വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലും അതുപോലെ നല്ല മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സമയമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് സെക്ടർ റൊട്ടേഷൻ ആണെന്ന്. കാരണം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് മൾട്ടി ഇയർ ലോ വാല്യൂഷനിലാണ്. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലാണെങ്കിലും ലോങ് ടേമിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് സെക്ടർ റൊട്ടേഷൻ ആണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ ഓൾമോസ്റ്റ് 5 വർഷത്തെ ലോവസ്റ്റ് ലെവലിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സിൻ്റെയും അതുപോലെ എല്ലാ സെക്ടേഴ്സിൻ്റെയും വാല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം അട്രാക്റ്റീവ് ആണ്. സോ ഇപ്പം നിങ്ങൾ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. കാരണം മാർക്കറ്റ് എപ്പോഴെങ്കിലും റീകവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും ആദ്യം ബൗൺസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് എബോവ് ആവറേജ് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത ബുൾ മാർക്കറ്റിലെ ലീഡേഴ്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓരോ പുതിയ ബുൾ മാർക്കറ്റിലും കുറച്ച് ലീഡിംഗ് സ്റ്റോക്സും ലീഡിംഗ് സെക്ടേഴ്സും കാണും. അതുപോലെ പ്രീവിയസ് ബുൾ മാർക്കറ്റിലെ ലീഡിംഗ് സ്റ്റോക്സ് ഏതായിരുന്നോ അല്ലെങ്കിൽ സെക്ടേഴ്സ് ഏതായിരുന്നോ അത് യൂഷ്വലി അണ്ടർ പെർഫോം ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സോ യൂഷ്വലി ഒരു പുതിയ ബുൾ മാർക്കറ്റിൽ പ്രീവിയസ് ബുൾ മാർക്കറ്റിലെ ലീഡിംഗ് സ്റ്റോക്സ് ഒന്നുകിൽ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും തരുന്നത് അല്ലെങ്കിൽ സീറോ റിട്ടേൺസ് ആയിരിക്കും തരുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് 2015 ഫാർമ സ്റ്റോക്സും അതുപോലെ 2008 റിയൽ എസ്റ്റേറ്റും അതുപോലെ 2000 IT സ്റ്റോക്സും. അതിനർത്ഥം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്കിലാണെങ്കിലും ശരി അല്ലെങ്കിൽ സെക്ടറിലാണെങ്കിലും ശരി നിങ്ങൾ എൻ്റർ ചെയ്ത സമയം എന്ന് പറയുന്നത് ഒരു സൈക്കിളിൻ്റെ പീക്കിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടാനായിട്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ബുൾ മാർക്കറ്റിലെ സൈക്കിൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ സെക്ടർ റൊട്ടേഷനെ കുറിച്ചോ ആണ് പറയാൻ പോകുന്നത്. ഓരോ ബുൾ മാർക്കറ്റിലും കുറച്ച് ലീഡിംഗ് സെക്ടേഴ്സ് കാണും. ആ സെക്ടേഴ്സിലുള്ള കുറച്ച് സ്റ്റോക്സ് ആയിരിക്കും ആ ബുൾ മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരു പുതിയ ബുൾ മാർക്കറ്റിൽ പ്രീവിയസ് ബുൾ മാർക്കറ്റിലെ ലീഡിംഗ് സ്റ്റോക്സ് ഏതൊക്കെയായിരുന്നോ ആ സ്റ്റോക്സ് ഒക്കെ യൂഷ്വലി അണ്ടർ പെർഫോം ആണ് ചെയ്യാറ്. അതായത് 2020 അവസാനിച്ച ഈ ബുൾ മാർക്കറ്റിൽ ഏറ്റവും നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് ഏതാണോ അതായിരിക്കത്തില്ല അടുത്ത ബുൾ മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. 2020 ഏറ്റവും നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് ഇനി അടുത്ത ബുൾ മാർക്കറ്റിൽ ഒന്നുകിൽ അത് താഴോട്ട് തന്നെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം അണ്ടർ പെർഫോം ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മേ ബി സൈഡ് വൈസ് ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ച് സ്റ്റോക്സിനോ അല്ലെങ്കിൽ കുറച്ച് സെക്ടേഴ്സിനോ എക്സെപ്ഷൻസും കണ്ടേക്കാം. ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് എന്ന് പറയുന്നത് 2003 മുതൽ 2008 വരെ നീണ്ടു നിന്ന ബുൾ റണ്ണിൻ്റെ ഒരു ലീഡിംഗ് സ്റ്റോക്കായിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോഴത്തേക്ക് HDFC ബാങ്കിൻ്റെ സ്റ്റോക്കും ഒരു 50-60% ആണ് കറക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആ കറക്ഷന് ശേഷം HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് റീകവർ ചെയ്തു എന്ന് മാത്രമല്ല അടുത്ത 2 ബുൾ റണ്ണിലും അത് പാർട്ടിസിപ്പേറ്റും ചെയ്തു. അതായത് 2015 അവസാനിച്ച ഒരു ബുൾ റണ്ണിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഈ 2020 അവസാനിച്ച ബുൾ റണ്ണിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ITC എന്ന് പറയുന്നത്. ITC എന്ന് പറയുന്നത് 2008 അവസാനിച്ച ബുൾ റണ്ണിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം 2015 അവസാനിച്ച ബുൾ റണ്ണിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം ആ സ്റ്റോക്ക് വലിയ റിട്ടേൺസ് ഡെലിവർ ചെയ്തിട്ടില്ല. ഇതുപോലെ അടുപ്പിച്ച് 2 ബുൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റോക്സോ അല്ലെങ്കിൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത് റെയർ ആയിരിക്കും. കാരണം യൂഷ്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ലീഡിംഗ് സ്റ്റോക്സ് എന്ന് പറയുന്നത് അടുത്ത ബുൾ മാർക്കറ്റിൽ വലിയ റിട്ടേൺസ് ഡെലിവർ ചെയ്യാറില്ല. മാത്രമല്ല ഒരു ബുൾ മാർക്കറ്റിൻ്റെ ലീഡിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അടുത്ത ബുൾ മാർക്കറ്റിൽ ഒരു വാല്യൂ ട്രാപ്പ് ആകാനാണ് ചാൻസ് കൂടുതൽ. വാല്യൂ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈന്ന് ഒരു 50% കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് വിചാരിക്കും അതൊരു വാല്യൂ ബൈ ആണെന്നുള്ളത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് 50% കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വീണ്ടും ഒരു 50% കറക്റ്റ് ചെയ്യാനായിരിക്കും പോകുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ സെക്ടർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ആയിരിക്കാം. ഇനി വാല്യൂ ട്രാപ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തരാം. 2015 അവസാനിച്ച ബുൾ റണ്ണിൻ്റെ 2 ലീഡിംഗ് സ്റ്റോക്സ് എന്ന് പറയുന്നത് സൺഫാർമയും ലൂപ്പിനുമായിരുന്നു. പക്ഷേ 2020 അവസാനിച്ച ഈ ബുൾ റണ്ണിലെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് ഈ ഫാർമ കമ്പനീസ് തന്നെയായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 കമ്പനീസിൻ്റെയും ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്താൽ മതി. 2015 അവരുടെ ഏർണിങ്സ് മാക്സിമത്തിൽ നിന്നത്, അതിനുശേഷം അവരുടെ റവന്യൂവും പ്രോഫിറ്റ്സും താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വാല്യൂ ട്രാപ്പിൻ്റെ മറ്റൊരു വലിയ എക്സാമ്പിളാണ് റിലയൻസിൻ്റെ ADAG സ്റ്റോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും 2008 അവസാനിച്ച ബുൾ റണ്ണിൻ്റെ ലീഡിംഗ് സ്റ്റോക്സ് ആയിരുന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷനും റിലയൻസ് ഇൻഫ്രയും റിലയൻസ് ക്യാപിറ്റലൊക്കെ. ആ സ്റ്റോക്സ് ഒക്കെ 2008 ഓൾ ടൈം ഹൈയിലോട്ട് തിരിച്ചു വന്നില്ല എന്ന് മാത്രമല്ല ആ സ്റ്റോക്സ് ഒക്കെ പിന്നെ താഴോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സൂസ്ലോണും യൂണിടെക്കും JP അസോസിയേറ്റ്സ് ഒക്കെ. ഞാൻ ഈ ബുൾ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഈ സെക്ടർ റൊട്ടേഷനെ പറ്റി പറയാൻ കാര്യം ഈ വാല്യൂ ട്രാപ്സിനെ കുറിച്ച് പറയാനില്ല, മറിച്ച് ഒന്ന് വാൺ ചെയ്യാനായിട്ടാണ്. കാരണം നമ്മൾ പിക്ക് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് ആണെങ്കിലും ശരി, നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺസ് കിട്ടാനായിട്ട് കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്.
HULൻ്റെ 2000-ലെ ഹൈ എന്ന് പറയുന്നത് 250 റുപ്പീസ് അറൗണ്ട് ആയിരുന്നു. അതിനുശേഷം 10 വർഷം കഴിഞ്ഞപ്പോഴും ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ് തന്നെ ഉള്ളായിരുന്നു. അതായത് HULൻ്റെ സ്റ്റോക്ക് 2000-ലെ ഹൈ ആയ 250 രൂപയ്ക്ക് വാങ്ങിച്ച ഒരാൾക്ക് 10 വർഷം കഴിഞ്ഞിട്ടും 0 റിട്ടേൺസ് ആണ്. പക്ഷേ 2010-ന് ശേഷം HULൻ്റെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 10 ടൈംസ് ആണ് അടുത്ത 10 വർഷം കൊണ്ട് കയറിയിരിക്കുന്നത്. ഇനി HULൻ്റെ സ്റ്റോക്കിൽ ഡിഫറെൻറ്റ് ടൈംസിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിൻ്റെ റിട്ടേൺസ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2000-ൽ .com ബബിളിൻ്റെ പീക്കിൽ HULൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ് ആയിരുന്നു. സോ ഒരാൾ 250 റുപ്പീസിന് HULൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്നിപ്പം 20 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് 11% അറൗണ്ട് ആണ്. സോ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഈ 11% എന്ന് പറയുന്നത് ഒരു നല്ല റിട്ടേൺ തന്നെയാണ് ഈ 20 വർഷത്തേക്ക്. ഇനി 2010-ലും HULൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 250 റുപ്പീസ് തന്നെയായിരുന്നു. സോ 2010-ൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ റിട്ടേൺ എന്ന് പറയുന്നത് 25% അറൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് റിട്ടേൺ തന്നെയാണ്. ഇനി 2005-ൽ HULൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 150 റുപ്പീസ് അറൗണ്ട് ആയിരുന്നു. സോ ഒരാൾ 2005-ലാണ് HULൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 15 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 20% ആണ്. അതെന്ന് പറയുന്നത് ഒരു എബവ് ആവറേജ് റിട്ടേൺസ് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. HULൻ്റെ സ്റ്റോക്ക് 2000-ലെ പീക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ വീണ്ടും അത് പർച്ചേസ് ചെയ്ത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ അയാളുടെ ആവറേജ് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 160 റുപ്പീസിലോട്ട് എത്തിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാളുടെ 20 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 15% ആയിരിക്കും. അതെന്ന് പറയുന്നതും ഒരു ഡീസൻറ്റ് റിട്ടേൺ തന്നെയാണ്. സോ ഇത് തന്നെയായിരിക്കും ഒരു ബുൾ റണ്ണിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോക്കിൽ നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അത് അടുത്ത ബുൾ റണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ അതിൻ്റെ അടുത്ത ബുൾ റണ്ണിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ബുൾ റണ്ണിലെ ആ അണ്ടർ പെർഫോമൻസും കൂടെ അത് കവർ ചെയ്യുന്നതായിരിക്കും. അതുതന്നെയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും സംഭവിച്ചത്. ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം അതൊരു ഹൈ ക്വാളിറ്റി സ്റ്റോക്കാണ്. കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് സ്ട്രോങ് ആണ്, ബിസിനസ് സ്ട്രോങ് ആണ്, ബ്രാൻഡ് സ്ട്രോങ് ആണ്. സോ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ വന്നേക്കാവുന്ന റിസ്കിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആ സ്റ്റോക്ക് തന്നെ സെലക്ട് ചെയ്തത്. സെക്ടർ റൊട്ടേഷനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മുമ്പുണ്ടായിട്ടുള്ള ബുൾ മാർക്കറ്റുകളെ പറ്റിയും അതുപോലെ ബെയർ മാർക്കറ്റുകളെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 92 മുതൽ ഇന്ന് വരെയുള്ള ബുൾ മാർക്കറ്റുകളുടെയും ബെയർ മാർക്കറ്റുകളുടെയും ഒരു ഹിസ്റ്ററിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആ ബുൾ മാർക്കറ്റുകളിലൊക്കെ ലീഡിംഗ് സ്റ്റോക്സോ അല്ലെങ്കിൽ ലീഡിംഗ് സെക്ടേഴ്സോ ഏതാണെന്നുള്ളതും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അത് കാണുമ്പം സെക്ടർ റൊട്ടേഷനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.